ഇത് നമ്മുടെ വൈറ്റ് ഫീൽഡിലുള്ള നെക്സസ് മോളാണ്. ഇവിടെ നമ്മളൊരു മൂവി കാണാനാട്ടോ വന്നിരിക്കുന്നത്. വൈറ്റ് ഫീൽഡിലെ നെക്സസ് മോളിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി മോളാണ് കേട്ടോ. ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഇവിടുത്തെ സിനിപോളിസിലാണ് കേട്ടോ മൂവി കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ മൂവി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. തലേ ദിവസം ഇവർക്ക് രണ്ടുപേർക്കും നല്ല പനിയായിരുന്നു. ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ക്യാൻസൽ ആക്കാൻ പറ്റാത്ത കാരണം വന്നതാണ്. എന്തായാലും മൂവി കാണാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അൺബോർഡ് കൺപണി കാണാനാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ നമ്മളൊരു പോപ്കോണൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നൈസ് മൂവിയാണ്. നമുക്ക് കൂളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇതിൽ കാണിച്ചേക്കുന്നത് നമ്മുടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവാൻ ലേറ്റ് ആവുന്ന സമയത്ത് സൊസൈറ്റി നമുക്ക് തരുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇമോഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. എടുത്ത് പറയേണ്ടത് ഇതിൽ ആക്ട്രസ് അനഘ നാരായണൻ്റെ ആക്ടിങ് ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഈ അർജുൻ അശോകിനേക്കാളും ഇഷ്ടമായത് പുള്ളിക്കാരത്തിൻ്റെ ആക്ടിങ് ആണ്. ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നാട്ടുകാർ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നും കേട്ടോ. ഈ ഫിലിം കണ്ടാലും കണ്ടില്ലെങ്കിലും നാട്ടുകാരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കഴിയുന്നത് നെഗറ്റിവിറ്റി കട്ട് ചെയ്യുക, ബോൾഡായിട്ടിരിക്കുക. എന്തായാലും ഫിലിം കൊള്ളാൻ കണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇൻ്റർവെല്ലായി അടുത്ത് ഫിൽ ചെയ്യാനുള്ള ടൈമായി. അവിടുത്തെ ഒരു കോംബോ പാക്കാണ് കേട്ടോ പറഞ്ഞത്. അതിൽ വരുന്നത് ഒരു ലാർജ് കോക്കും പിന്നെ ഒരു ലാർജ് പോപ്കോണും പിന്നെ നാച്ചോസാണ് കേട്ടോ വരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഹാപ്പി ആയി തോന്നിയ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്തത്തെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാല്ലേ. പിന്നെ ഇതിൽ കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് കോമഡി ഒന്നും ഇല്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ കോമഡീസ് ഉണ്ട്. ഇത് സൂപ്പറാണ് അടിപൊളിയാണെന്ന് പറയാനായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ. ബട്ട് ഇതൊരു നൈസ് മൂവിയാണ്. എനിക്ക് കുറച്ചുകൂടി കോമഡി ടൈപ്പുള്ള മൂവീസാണ് കേട്ടോ ഇഷ്ടം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു റിവ്യൂ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.